യുവകലാ സമിതിയുടെ പേരിലാണ് ഈ ജാഥ. ഈ ജാഥക്ക് എല്ലാ മംഗളവും നേരുന്നു. നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഈ ജാഥ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ജാഥ ക്യാപ്റ്റന് പതാക കൈമാറുന്നതിന് ബിനുമാറിന് സാഹിതി സിന്ദാബാദ്, സംസ്കാരിക ജാഥ സിന്ദാബാദ്, സംസ്കാരിക ജാഥ സിന്ദാബാദ്. ജാതിയല്ല മതമല്ല, മനുഷ്യനാണ് പ്രധാനം. ജാതിയല്ല മതമല്ല, മനുഷ്യനാണ് പ്രധാനം. യുവകലാ സാഹിതി സിന്ദാബാദ്, സംസ്കാരിക യാത്ര സിന്ദാബാദ്. ഈ സാംബശിവനെ പോലുള്ള വലിയ കാഥികർ ഇവിടെ കൊല്ലത്താണുണ്ടായിരുന്നു. കിടാമംഗലം സദാനന്ദനെ പോലുള്ള വലിയ കാഥികർ നമ്മുടെ യുവകലാ സാഹിതിയുടെ പ്രവർത്തകരായിരുന്നു. യുവകലാ സാഹിതി നേതാവായിരുന്നു കിടാമംഗലം സദാനന്ദൻ. അങ്ങനെ കഥാപ്രസംഗകർ, എത്രയോ നാടക പ്രവർത്തകർ. KPSCയുടെ 75ാം വാർഷിക, യുവകലാ സാഹിതിയുടെ 50ാം വാർഷികവും KPSCയുടെ 75ാം വാർഷികവുമാണ്. തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയാണ്. കാമ്പിശ്ശേരി കരുണാകരന്റെ ജന്മശതാബ്ദിയാണ്. ഈ ജന്മശതാബ്ദികൾക്ക് വലിയ അർത്ഥമുണ്ട്. ഞാനിപ്പോൾ ബിനു സഖാവായിട്ട് പറയായിരുന്നു. അവർ കോട്ടയത്ത് വലിയ തോതിൽ ഈ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദിയും KPSCയുടെ പ്ലാറ്റിനം ജൂബിലിയും കൂട്ടത്തിൽ ഞങ്ങളുടെ യുവകലാ സാഹിതിയുടെ 50ാം വാർഷികത്തിന്റെ കൂടെ കിടക്കട്ടെ. നിങ്ങൾ ഇതൊക്കെ കൂടി ഒന്നിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം യുവകലാ സാഹിതി ഉണ്ടായത് KPSCയുടെ മടിത്തട്ടിലാണ്. അന്ന് കണിയാപുരം രാമേന്ദ്രനാണ് യുവകലാ സാഹിതി എന്ന് പേരിട്ടത്. അന്ന് CH മേനോനുണ്ട്, വയലാർ രാമവർമ്മയുണ്ട്. വയലാർ രാമവർമ്മയാണ് അധ്യക്ഷൻ. പി ഭാസ്കരനുണ്ട്, ONV കുറുപ്പുണ്ട്, തിരുനെല്ലൂർ കരുണാകരനുണ്ട്, പുതുശ്ശേരി രാമചന്ദ്രനുണ്ട്, തെങ്ങമം ബാലകൃഷ്ണനുണ്ട്. അക്കാലത്തെ വൻനിര നേതാക്കന്മാർ, സാംസ്കാരിക നായകന്മാർ ഓമനിച്ച് പിറവി വിളിച്ച കുട്ടിയാണ് യുവകലാ സാഹിതി. യുവകലാ സാഹിതിക്ക് ഇതിന്റെ അവകാശമുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നാണ് നമ്മൾ മാറിയത്. വെടിവെച്ചാൽ ഇവർ വീഴില്ല, അടിച്ചുടച്ചാൽ തകരില്ല, മജ്ജയല്ലിത് മാംസമല്ലിത് ദുർജയ നൂതന ജനശക്തി. ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേരുയരുന്നു, ഉയരുന്നു അവർ നാടിൻ മോചന രണാങ്കണത്തിൽ പടരുന്നു. ഭാസ്കരൻ. ലോകത്ത് വലിയ സമ്പന്നന്മാർ, അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികൾ, ആയുധ കച്ചവടക്കാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സാധാരണ ജനങ്ങളെ കൊന്നെടുക്കുന്നതിന്റെ ധാരാളം അനുഭവം കൺമുമ്പിൽ കാണുമ്പോൾ അവിടെ പ്രതികരിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയാം, മലാല യൂസഫ്സായി എന്ന് പറഞ്ഞ കൊച്ചുകുട്ടി, 15 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കൊച്ചുകുട്ടി ലോക സമാധാനത്തിന് വേണ്ടി നോബൽ സമ്മാനത്തിന്റെ അർഹതയാണ് എങ്ങനെ കിട്ടിയതാണ്. തനിക്കും പ്രതികരിക്കാൻ കഴിയും. പാകിസ്ഥാന്റെ സ്വാർത്ഥ താഴ്വരയിൽ ഈ ഏറ്റവും വലിയ ഭീകര സംഘടനകളുടെ മുമ്പിൽ അതിനെതിരായി പ്രതികരിക്കാൻ പെൺകുട്ടികൾക്ക് പഠിക്കണം, പെൺകുട്ടികൾക്കും ജീവിക്കണം, അവരും സമൂഹത്തിൽ മുന്നോട്ട് വരണമെന്ന ആശയവുമായി ഭീകരതയ്ക്കെതിരെ സമാധാനത്തിന്റെ സന്ദേശം ഏറ്റവും ശക്തമായി ലോകത്തിൽ മുഴക്കിയ ഒരു കൊച്ചു പെൺകുട്ടിക്ക് അവരുടേതായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ അവർ സ്വീകരിക്കുന്നു. നോബൽ സമ്മാനം അവർക്ക് സമാധാനത്തിന് വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ നമുക്കും ചെയ്യാൻ കഴിയും. യുവകലാ സാഹിതിക്ക് മാത്രമല്ല, നമ്മുടെ ഇവിടെയുള്ള ഓരോരുത്തർക്കും ഈ സമൂഹത്തെ ഏറ്റവും തിന്മകൾക്കെതിരെ, ആയുധ കച്ചവടത്തിനെതിരെ, സമാധാനത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ കഴിയും എന്നുള്ള അനുഭവമാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. യുവകലാ സാഹിതിയുടെ പ്രവർത്തകർ തീർച്ചയായും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. അതിന്റെ സംഘാടകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജാതിയല്ല മതമല്ല, മനുഷ്യനാണ് പ്രധാനം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്നു. ആ സന്ദേശം കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിയ സമിതിയുടെ നേതൃത്വത്തിൽ, ശ്രീധര വർമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ സാംസ്കാരിക പദയാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉച്ചതിരിഞ്ഞ് മഹാകവി പാലായുടെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച ഒരു സാംസ്കാരിക ജാഥ, സാംസ്കാരിക പദയാത്ര
അതിൻ്റെ ഗരിമ കൊണ്ട്, അതിൻ്റെ ലാളിത്യം കൊണ്ട് ഏറ്റവും സമ്പൂർണമായിരുന്നു എന്ന് വ്യക്തിപരമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യുവകലാസാഗരിയുടെ 50ാമത് വാർഷികവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക പദയാത്രകൾ എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും മേഖലാ കേന്ദ്രങ്ങളിലും നടത്തണം എന്ന സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കോട്ടയം ജില്ലയിൽ ആദ്യമായി നടക്കുന്ന സാംസ്കാരിക ജാഥയാണ് വൈക്കത്ത്. യുവകലാസാഗരിയുടെ വേരോട്ടമുള്ള അല്ലെങ്കിൽ യുവകലാസാഗരിക്ക് സ്നേഹിതരും ബന്ധുക്കളുമൊക്കെ ഉള്ള മറ്റ് ചില മേഖലകളിലും മണ്ഡലങ്ങളിലും ഇതുപോലുള്ള പദയാത്രകൾ ക്രമീകരിച്ചു വരുന്നു. കോട്ടയം ജില്ലയിലെ പ്രമുഖ എഴുത്തുകാരായിട്ടുള്ള, എക്കാലത്തും ഓർമ്മിക്കപ്പെടേണ്ട എഴുത്തുകാരായിട്ടുള്ള ശ്രീ മുട്ടത്ത് വർക്കിയുടെ ഭവനത്തിൽ നിന്നും നമ്മുടെ ശ്രീനാരായണ ഗുരു ആദ്യമായി സ്ഥാപിച്ച SNDP മന്ദിരവും അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച ഗ്രന്ഥശാല അടക്കമുള്ള ആനന്ദാശ്രമം, ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ആനന്ദാശ്രമത്തിലേക്ക് ഒരു പദയാത്ര ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റി ഈ 25-ാം തീയതി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പൊൻകുന്നം വർക്കിയുടെ ഭവനത്തിൽ നിന്നൊരു പദയാത്ര പ്ലാൻ ചെയ്യുന്നു. പൊൻകുന്നം ദാമോദരന്റെ സ്മൃതി കുടീരത്തിൽ നിന്നും ഒരു പദയാത്ര പ്ലാൻ ചെയ്യുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മൃതി ഉണർത്തിക്കൊണ്ടുള്ള ജാഥ കടലപ്പറമ്പിലും. ഇങ്ങനെയാണ് നമ്മുടെ ഈ സാംസ്കാരിക പദയാത്ര ക്രമീകരിച്ചിട്ടുള്ളത്. വസതിയിൽ നിന്ന് ഈ ജാഥ ഉച്ചയ്ക്ക് ആരംഭിച്ചതാണ്. 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഉജ്ജ്വലമായ ഉദ്ഘാടന സദസ്സ്. തുടർന്ന് അവിടുന്ന് ജാഥ ആരംഭിച്ചു. ഓംചേരി സാറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ നാട്ടിലെ ജനങ്ങളും ആ ഓംചേരി സാറിന്റെ കുടുംബാംഗങ്ങളും എല്ലാം കൃത്യമായിട്ട് ഈ ജാഥയെ സ്വീകരിക്കുകയുണ്ടായി. അവിടുത്തെ ജാഥ കിലോമീറ്ററുകൾ നടന്ന് സംസ്കൃത സാഹിത്യ ചരിത്രത്തിന്റെ ചരിത്രകാരനായ ചർച്ചയും പൂരണവും എല്ലാം എഴുതിയ 4 മഹാകാവ്യങ്ങൾ സംസ്കൃതത്തിൽ തന്നെ എഴുതിയ നമ്മുടെ മഹാനായ കവി വടക്കൻകൂർ രാജരാജവർമ്മയുടെ ഇന്ത്യയിലെ ഉജ്ജ്വലനായ പണ്ഡിതനായ വടക്കൻകൂറിന്റെ വസതിയിൽ ചെന്ന് അവിടെയും സമ്മേളനം നടത്തി. വൈക്കത്തിന്റെ രാജവീതിയിലൂടെ ഇവിടെ നെല്ലിമരത്തോട്ടിൽ വൈക്കം സത്യാഗ്രഹ ഭൂമിയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്മാരക ഭൂമിയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഇവിടെ മലയാളത്തിന്റെ ശബ്ദം നമ്മുടെ യുവകലാസാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റ്, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആലങ്കോട് ലീലാകൃഷ്ണൻ സാറും യുവകലാസാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ OK മുരളീകൃഷ്ണനും ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്തിരിക്കുന്നു. സാഹിതി മഹിതമാം മലയാളക്കരയിലെ കലയുടെ തിരുവെഴുത്താകുന്നു സാഹിതി. പ്രകൃതിയും മനുഷ്യനും കൈകോർത്തു പാടുന്ന ഹൃദയ